നമസ്കാരം. വേദ ജ്യോതിഷപ്രകാരം ചില ഗ്രഹങ്ങൾ എല്ലാ മാസവും രാശി മാറുന്നതാണ്. തന്മൂലം പല രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക്, അതായത് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 4 ഗ്രഹമാറ്റങ്ങളാണ് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് രാശി മാറാനായി പോകുന്നത്. അതിനാൽ രാശി മാറ്റത്താൽ ചില കാര്യങ്ങൾ ഓഗസ്റ്റിൽ ചില രാശിക്കാർക്ക് സംഭവിക്കുന്നതാണ്. രാശിമാറ്റത്താൽ ത്രിഗ്രഹയോഗം, ബുധാദിത്യ രാജയോഗം എന്നീ യോഗങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ ശുഭകരമായ യോഗങ്ങളുടെ ഫലങ്ങളാൽ ജീവിതത്തിലേക്ക് സൗഭാഗ്യം കടന്ന് വരുന്നതായ സമയമാണ്. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. കൂടാതെ നാട്ടിലും വിദേശത്തും അനുകൂലമായ തൊഴിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളും അനുകൂലമാക്കുവാനും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ജീവിതത്തിൽ വന്നു ചേരേണ്ട ചില ദോഷകരമായ ഫലങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക: ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ധനപരമായി വന്നു ചേരേണ്ട ചില സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ലഭിക്കില്ല എന്ന് വിചാരിച്ചതായ ചില സൗഭാഗ്യങ്ങൾ, പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ അത് നടക്കുവാനുള്ള സാധ്യതയും ഈ മാസം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നതിലൂടെ ചില അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തന്മൂലം വന്നു ചേരേണ്ട ചില സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുവാൻ അത് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നതായ ചില കാര്യങ്ങൾ, ചിന്തിക്കാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാൽ വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾക്ക് കോട്ടം സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ശരിയായ രീതിയിൽ ചിന്തയാണ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ ചില നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക, ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇഷ്ടദേവതയെ ഈ സമയം ഭജിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യേണ്ടത്. സ്ഥാനക്കയറ്റം ലഭിക്കുക, ആഗ്രഹിക്കുന്നതായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാം. കൂടാതെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് പൊതുവെ ഓഗസ്റ്റ് മാസം അനുകൂലമായി തീരും എന്നാണ് പൊതുഫലത്താൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ പ്രധാനമായും അനുകൂലമായി ഭവിക്കാം. വന്നു ചേരുന്ന ചില ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ, അതിൽ പ്രധാനമായും സാമ്പത്തികപരമായ പ്രയാസങ്ങളാകാം, അല്ലെങ്കിൽ മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങളാകാം. അത്തരം വിഷമങ്ങളെയെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എപ്രകാരം തരണം ചെയ്യുവാൻ എന്ന് വ്യക്തമായി ചിന്തിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം. ധനപരമായ ചില നേട്ടങ്ങളാണ് വന്നു ചേരുക. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ, അതിൽ പ്രധാനമായും കയ്യിൽ ധനം നിൽക്കാത്തതായ അവസ്ഥ, അത്തരം പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അധികമായ ചിലവുകൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നത് പല അവസരങ്ങളിലും നിങ്ങളെ വിഷമത്തിലാക്കുന്നു എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങളും വന്നു ചേരാം. അനാവശ്യമായ ചെലവുകൾ, അധിക ചെലവുകൾ കുറയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ
അത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയില്ല എങ്കിൽ ധനപരമായ ചില നഷ്ടങ്ങൾ, ആശുപത്രിവാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ പൊതുവിൽ നിങ്ങൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നതായ സമയമാകുന്നു. എന്നാൽ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടം സംഭവിക്കാം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് വളരെ കാലമായി ലഭിക്കേണ്ടതായ ചില സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരാം. എന്നാൽ വീട്ടുകാരുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രത്യേകമായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാം. അത് എടുത്തുചാട്ടമാകുന്നു. കൂടാതെ ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും. ഓഗസ്റ്റ് മാസം അനുകൂലമാകുന്ന രാശിക്കാർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാർക്ക് പൊതുവിൽ ഓഗസ്റ്റ് മാസം അനുകൂലമാണ് എന്ന് പറയാം. കാരണം ചില പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ, ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രധാനപ്പെട്ട ചില മനക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുടെ പിന്തുണ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തുണയ്ക്കുന്നതായ സമയമാകുന്നു. ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നെഗറ്റീവായ ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ആത്മധൈര്യം, ആത്മവിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇഷ്ടദേവതയെ ഭജിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ പതറിപ്പോകുവാൻ പാടുള്ളതല്ല. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതത്തിലുള്ള ചില കലഹങ്ങൾ, ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്നതിനോടൊപ്പം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജോലി വിദേശത്ത് ലഭിക്കുക, കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജോലി കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ശുഭകരമാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അത്തരം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതായ സമയമാകുന്നു. എന്നാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അത് പ്രധാനമായും ശ്രദ്ധിക്കുക. ചില വ്യക്തികളുമായി തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. ചിന്തിക്കാതെ ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നൽകും. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും ഉപദേശം കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന പ്രവണത ഒഴിവാക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. പൊതുവിൽ നിങ്ങൾക്ക് ഈ മാസം അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇഷ്ടദേവതയെ നിത്യവും ഭജിക്കുക.